തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുരക്ഷാ തലവേദനകളിൽ ഒന്നാണ്. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന മേഖലയിൽ സജീവമായ ഏറ്റവും ശക്തമായ വിമത ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൊവ്വാഴ്ച നടത്തിയ ട്രെയിൻ തട്ടിയെടുക്കലാണ് രക്തച്ചൊരിച്ചിലിന്റെ ഏറ്റവും പുതിയ സംഭവം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ തങ്ങൾ ഒരു റെയിൽവേ ട്രാക്ക് തകർത്തതായും ഒരു പാസഞ്ചർ ട്രെയിനിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൊവ്വാഴ്ച അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാനിലെ പ്രവിശ്യാ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുടെ തലസ്ഥാനമായ പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ആക്രമിക്കപ്പെട്ടത്. തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ദുർഘടമായ പർവ്വത പ്രദേശമായ ബോലാൻ പാസിലൂടെ കടന്നുപോകുമ്പോഴാണ് ട്രെയിൻ ആക്രമിക്കപ്പെട്ടത്. പാക് സൈന്യം തടവിലാക്കിയ ബലൂജ് രാഷ്ട്രീയ തടവുകാരെയും സാധാരണക്കാരെയും മോചിപ്പിക്കുക എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആവശ്യം. 48 മണിക്കൂറിനുള്ളിൽ അവരുടെ ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ ട്രെയിൻ മുഴുവൻ തകർക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. എന്നാൽ ബന്ദികളുടെ ഉപരോധം 30 മണിക്കൂറിലധികം നീണ്ടുനിന്നില്ല. പാക് സൈന്യം 33 വിമതരെ കൊലപ്പെടുത്തുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. അക്രമങ്ങളിൽ കുറഞ്ഞത് 21 യാത്രക്കാരും 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ആരാണ് ബലൂച്ച്? ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയുടെ ഇരുവശത്തും തെക്കൻ അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങളിലും താമസിക്കുന്ന സുന്നി മുസ്ലിം വിഭാഗമാണ് ബലൂജ്. ഏകദേശം ഫ്രാൻസിന്റെ വലിപ്പമാണ് ബലൂചിസ്ഥാനിനുള്ളത്. ഗോത്രങ്ങളായി താമസിക്കുന്ന ഏകദേശം 90 ലക്ഷം ആളുകൾ ഇവിടെയുണ്ട്. കലാപത്തിന്റെ മൂലകാരണം പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ വഞ്ചനയാണ്. അവരുമായി ലയിക്കാൻ ആഗ്രഹിക്കാത്ത നാട്ടുരാജ്യങ്ങളിലൊന്നിന്റെ സ്വയംഭരണാവകാശം ജിന്ന ആദ്യം അംഗീകരിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് റഷ്യ പോലെയുള്ള ശക്തികളിൽ നിന്ന് തങ്ങളുടെ കൊളോണിയൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഈ പ്രദേശത്തെ താവളമായി ഉപയോഗിച്ചു. എന്നാൽ ബലൂജുകൾ അതിനെ ശക്തമായി പ്രതിരോധിച്ചു. തുടർന്ന് ബ്രിട്ടീഷുകാർ അനുഭാവപൂർണമായ നയമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ബലൂജ് നേതാക്കളെ പാകിസ്ഥാൻ തങ്ങളുമായി ലയിപ്പിക്കാൻ പ്രേരിപ്പിച്ചതോടെ സ്ഥിതി മാറി. ഇത് തദ്ദേശീയർക്ക് ഇഷ്ടമായില്ല. തുടർന്ന് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർ കൂടുതൽ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു. വിഭജനത്തിന് ശേഷം പുതിയ രാജ്യമായ പാകിസ്ഥാനുമായുള്ള സൗഹൃദ ഉടമ്പടിയുടെ ഭാഗമായി 1948 മാർച്ച് വരെ ഇത് സ്വതന്ത്രമായി തുടർന്നു. ഇന്ത്യയും പാകിസ്ഥാനുമൊപ്പം ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായാണ് പ്രഖ്യാപിച്ചത്. ഖരൻ, മകരൻ, ലാസ്ബേല, കലാത്ത് എന്നീ 4 നാട്ടുരാജ്യങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. വിഭജനത്തിന് മുൻപ് ഓപ്ഷനുകളാണ് ഇവർക്ക് നൽകിയത്. ഒന്നുകിൽ ഇന്ത്യയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാവുക, അതുമല്ലെങ്കിൽ സ്വതന്ത്രമായി തുടരുക. കലാത്തിലെ ഖാനിയായിരുന്ന മിർ അഹമ്മദ് യാർ ഖാൻ അവസാനത്തെ ഓപ്ഷൻ തെരഞ്ഞെടുത്തപ്പോൾ ശേഷിക്കുന്ന 3 പാകിസ്ഥാനൊപ്പം ചേർന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പ്രാന്തപ്രദേശമായിരുന്നതിനാൽ കശ്മീരിനോ ഹൈദരാബാദിനോ ഉണ്ടായിരുന്ന പ്രാധാന്യം കലാത്തിന് ലഭിച്ചിരുന്നില്ല. ജിന്നയും തുടക്കത്തിൽ കലാത്തിന്റെ സ്വതന്ത്രമായി നിൽക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചു. ഖാൻ ജിന്നയെ വിശ്വസിക്കുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 15 കലാത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ വിപുലീകരണ ഭരണകൂടങ്ങളുടെ ഭീഷണി കാരണം കലാത്തിനെ സ്വതന്ത്രമായി തുടരാൻ അനുവദിക്കുന്നത് വളരെ അപകടകരമാണെന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. കലാത്തിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ ജിന്ന കലാത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ നൽകിയ അനുമതിയിൽ നിന്ന് പിന്നോക്കം പോയി. 1947 ഒക്ടോബറിൽ പാകിസ്ഥാനുമായുള്ള ലയനം വേഗത്തിലാക്കാൻ ജിന്ന ഖാനോട് നിർദ്ദേശിച്ചു. എന്നാൽ ഖാൻ അത് നിരസിച്ചു. 1948 മാർച്ച് 18 ഖരൻ, മകരൻ, ലാസ്ബേല എന്നിവയെ പാകിസ്ഥാനുമായി കൂട്ടിച്ചേർത്തതായി ജിന്ന പ്രഖ്യാപിച്ചു. അതിനിടെ ഖാൻ ഇന്ത്യക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നതായുള്ള വ്യാജ വാർത്ത പരന്നു. അത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ബലൂച്ച് നേതാവിന് പാകിസ്ഥാനിൽ ചേരുകയല്ലാതെ മാർഗമില്ലാതാക്കി. 1954 പാകിസ്ഥാൻ തങ്ങളുടെ പ്രവിശ്യകൾ പുനഃസംഘടിപ്പിക്കാൻ 1 യൂണിറ്റ് പദ്ധതി ആരംഭിച്ചപ്പോൾ രണ്ടാമത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1955 ബലൂചിസ്ഥാൻ സ്റ്റേറ്റ് യൂണിയൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രവിശ്യകളുമായി ലയിച്ചതോടെ അവഗണന കൂടുതൽ രൂക്ഷമായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 1958 കലാത്തിന്റെ ഖാനായ നവാബ് നൌറോസ് ഖാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എങ്കിലും 1959 ഖാൻ സർക്കാരിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. 1970കളിൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയതോടെ ബലൂചിസ്ഥാനും സ്വയംഭരണാധികാരത്തിനായുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുൻപോട്ട് വന്നു. എന്നാൽ സുൽഫിക്കർ അലി ഭൂട്ടോ ഇതിനോട് വിസമ്മതിച്ചു.
ഇത് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും 1973 ബലൂചിസ്ഥാനിലെ അക്ബർ ഖാൻ ബുക്തി പ്രവിശ്യ സർക്കാരിനെ പിരിച്ചുവിടാൻ അന്നത്തെ പ്രധാനമന്ത്രിയെ നിർബന്ധിതനാക്കുകയും ചെയ്തു. 2000കളുടെ മധ്യത്തിൽ ബലൂചിസ്ഥാനിലെ ഒരു വനിതാ ഡോക്ടറെ സൈനിക ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തതിനെ തുടർന്ന് വീണ്ടും സംഘർഷം ആരംഭിച്ചു. പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാൻ ജനത സ്വയംഭരണത്തിനോ സ്വാതന്ത്ര്യത്തിനോ വേണ്ടി പോരാടുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ അതിർത്തിയുടെ ഇരുവശത്തും അവർ അക്രമാസക്തമായ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ശ്രമമായി കണക്കാക്കുന്നു. മറുവശത്ത് ഇറാനിൽ ഷിയ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ബലോച്ച് സുന്നി മുസ്ലിം ന്യൂനപക്ഷമായതിനാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ 2011 മുതൽ 10,000-ൽ പരം ബലോച്ചുകൾ അപ്രത്യക്ഷരായിട്ടുണ്ട്. ഏറ്റവും വലുതും കുറഞ്ഞ ജനസംഖ്യയുള്ളതും ഏറ്റവും ദരിദ്രവുമായ പാക് പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ജനസംഖ്യയുടെ 70% ദരിദ്രരായി കണക്കാക്കുന്നു. സ്വർണം, വജ്രം, വെള്ളി, ചെമ്പ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രവിശ്യ. തദ്ദേശീയ ജനതയുടെ ഉടമസ്ഥതയിലുള്ള ഈ വിഭവങ്ങൾ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് ബലൂച്ച് ജനത അവകാശപ്പെടുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാൽ എന്ത്? 2000-ന്റെ തുടക്കത്തിലാണ് BLA രൂപീകൃതമായത്. ഏറ്റവും വലിയ ബലൂചിസ്ഥാൻ തീവ്രവാദ സംഘടനയാണത്. കൂടാതെ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നൽകാനും ചൈനയെ പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കാനും വേണ്ടി പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സർക്കാരിനെതിരെ കലാപം നടത്തിവരികയാണ് ഇവർ. പാക് സുരക്ഷാ സേനയെയും ചൈനീസ് പദ്ധതിയായ ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും ലക്ഷ്യമിട്ട് BLA തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതെങ്ങനെ? 1999-ൽ പർവേസ് മുഷറഫിനെ പാകിസ്ഥാനിൽ അധികാരത്തിലെത്തിച്ച സൈനിക അട്ടിമറി ബലൂചിസ്ഥാൻ ജനതയ്ക്കിടയിൽ അകൽച്ച വർദ്ധിപ്പിച്ചു. കാരണം രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 45% വരുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പഞ്ചാബികളുടെ താൽപര്യങ്ങൾ ആധിപത്യം പുലർത്തുന്നതിനാൽ സൈന്യത്തിൽ ബലൂച്ച് വിഭാഗത്തിന് പ്രാതിനിധ്യം കുറവാണെന്ന് അവർ കരുതുന്നു. 2002-ൽ ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന ഗ്വാദർ എന്ന മെഗാ തുറമുഖത്തിന്റെ നിർമ്മാണമാണ് ബലൂച്ച് ജനതയുടെ പ്രധാന പരാതി. ഏറെ പ്രാധാന്യമുള്ള പദ്ധതിയായിരുന്നിട്ടും പാകിസ്ഥാൻ സർക്കാർ ഗ്വാദർ വികസന പ്രക്രിയയിൽ നിന്ന് ബലൂച്ചികളെ ഒഴിവാക്കിയതായി അവർ ആരോപിച്ചു. പദ്ധതി പൂർണ്ണമായും ഫെഡറൽ സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. തദ്ദേശീയരെ ആശ്രയിക്കുന്നതിന് പകരം ചൈനീസ് എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയുമാണ് അവർ കൂടുതലായി ആശ്രയിക്കുന്നത്. ബലൂച്ചിനും പാകിസ്ഥാൻ സർക്കാരിനുമിടയിൽ സംഘർഷത്തിനിടയാക്കിയ മറ്റൊരു കാര്യം 2006-ൽ പാക് സൈന്യം അവരുടെ നേതാവ് നവാബ് അക്ബർ ബുക്തയെ കൊലപ്പെടുത്തിയതാണെന്ന് ദ ഇന്റർനാഷണൽ അഫയേഴ്സ് റിവ്യൂ റിപ്പോർട്ട് ചെയ്യുന്നു. 2008-ൽ മുഷറഫിനെ സൈനിക സർക്കാരിൽ നിന്ന് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ ജനാധിപത്യ സർക്കാരിലേക്കുള്ള മാറ്റം ബലൂച്ച് ജനതയെ സംതൃപ്തരാക്കിയില്ല. 2009-ൽ 792 ആക്രമണങ്ങൾ ഉണ്ടായി. ഇതിന്റെ ഫലമായി 386 പേർ മരിച്ചു. ഏകദേശം 92% ആക്രമണങ്ങളും ബലൂച്ച് തീവ്രവാദികളുമായി ബന്ധപ്പെട്ടതായിരുന്നു. 2010-ൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു. 730 ആക്രമണങ്ങളാണ് നടന്നത്. അതിൽ 600 പേർ മരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ US-ന്റെ നേതൃത്വത്തിലുള്ള യുദ്ധമാണ് അടുത്ത കാലത്തെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം. അത് ബലൂച്ചികളെ 2 തരത്തിൽ ബാധിച്ചു. ഒന്ന്, യുദ്ധം മൂലം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പഷ്തൂൺ അഭയാർത്ഥികളുടെ ബലൂചിസ്ഥാനിലേക്കുള്ള ഒഴുക്കിന് കാരണമായി. ഇത് സ്വന്തം പ്രവിശ്യയിൽ ബലൂച്ച് ജനസംഖ്യ കുറയ്ക്കാൻ ഇടയാക്കി. രണ്ടാമതായി, തീവ്ര ഭീകരവാദികളുടെ കടന്നുകയറ്റം പ്രവിശ്യയിലേക്ക് കൂടുതൽ സൈനികരെയും അർദ്ധസൈനികരെയും കൊണ്ടുവരാൻ കാരണമായി. അത് ബലൂച്ച് ദേശീയവാദികളെ അസ്വസ്ഥരാക്കി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തെത്തിയ നിരവധി താലിബാൻ സൈനികർ ബലൂചിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. പ്രവിശ്യ തലസ്ഥാനമായ ക്വറ്റ അൽ-ഖ്വയ്ദയുടെയും പാകിസ്ഥാനിലെ താലിബാന്റെയും ആസ്ഥാനമായി മാറിയിട്ടുണ്ട്. ജനുവരിയിൽ പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഇറാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി പാകിസ്ഥാൻ നടത്തിയ ആരോപണങ്ങളുടെ കേന്ദ്രമായിരുന്നു BLA. ഇത് ഇറാനെയും പാകിസ്ഥാനെയും യുദ്ധത്തിന്റെ വക്കിലെത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് കാരണമായി. BLA ശക്തി പ്രാപിക്കുന്നു. അവരെ നേരിടുന്നതിൽ പാകിസ്ഥാൻ സർക്കാർ പരാജയപ്പെടുന്നതും കാലഹരണപ്പെട്ട തന്ത്രങ്ങളെ ആശ്രയിക്കുന്നതും BLA ശക്തിപ്പെടുന്നതിന് കാരണമാണെന്ന് വിദഗ്ധർ പറയുന്നു. വ്യക്തികളെ ലക്ഷ്യം വെക്കുകയോ പൈപ്പ് ലൈനുകൾ അട്ടിമറിക്കുകയോ പോലെയുള്ള ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് BLA വളർന്നതായി വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ബലൂചിസ്ഥാൻ സ്പെഷ്യലിസ്റ്റ് മാലിക് സിറാജ് അക്ബർ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. തീവ്രവാദികൾക്ക് പ്രവർത്തനങ്ങളിൽ കൂടുതൽ നേരിട്ടുള്ള നിയന്ത്രണം നൽകിക്കൊണ്ട് BLA അതിന്റെ കമാൻഡ് ഘടനയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബലൂചിസ്ഥാൻ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ റാഫിയുള്ള അക്കർ അൽ ജസീറയോട് പറഞ്ഞു.
അടുത്തിടെ ബലൂച്ച് ആക്രമണത്തിൽ വലിയ തോതിലുള്ള വർധനവിന് സാക്ഷ്യം വഹിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം കലാത്ത് നഗരത്തിൽ നടന്ന BLA ആക്രമണത്തിൽ കുറഞ്ഞത് 18 സൈനികരെങ്കിലും കൊല്ലപ്പെട്ടു. ഈ മാസം ആദ്യം കലാത്തിൽ തന്നെ ഒരു വനിതാ ചാവേർ ബോംബർ സ്വയം പൊട്ടിത്തെറിച്ചു. ഒരു നിയമനിർവഹണ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. ജാഫർ എക്സ്പ്രസ് അവർ നിരവധി തവണ ലക്ഷ്യമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം BLA പോരാളികൾ ട്രാക്കിന്റെ ഒരു ഭാഗം നശിപ്പിച്ചിരുന്നു. ഇത് 2 മാസത്തേക്ക് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായി. നവംബറിൽ ക്വറ്റയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുറഞ്ഞത് 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത്തരം ആക്രമണങ്ങളുടെയും പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികളുടെയും ആഘാതം സമാധാനപരമായ പ്രവർത്തകരാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് വിശകലന വിദഗ്ധർ ഭയപ്പെടുന്നു.